ഇതാണ് എൻ്റെ ആയുധം, നമ്മുടെ പുല്ല് വെട്ടുന്ന കത്രിക തന്നെ. അപ്പോൾ തുടങ്ങാം. ഒരു സൈഡിൽ നിന്ന് അങ്ങ് വെട്ടിക്കളയാം. പൂത്തുലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഈ ചെടി കണ്ടോ? ഇവിടെ നിന്നും ഇവിടെ വരെ എത്താനെടുത്തത് വെറും അരമണിക്കൂർ. ഇനിയും ഇതുപോലെ ആകണമെങ്കിലേ അടുത്ത 2 അല്ലെങ്കിൽ 3 മാസം സമയമെടുക്കും. ഈ വിക്കറ്റ് ഗേറ്റ് കടന്നു വരുന്നവർക്കേ ഇവനൊരു റോഡ് ബ്ലോക്കറാണ്. അതുപോലെ തന്നെ പാമ്പുകൾക്കേ ഇതിനടിയിൽ നല്ലൊരു വീടൊരുക്കാനും സ്ഥലമുണ്ട്. ഇന്നത്തെ ടാർഗറ്റ് ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഈ ചെടിയാണ്. ഇവനങ്ങ് വല്ലാണ്ട് വളർന്നുപോയി, നിറയെ പൂവാണ്. അതുകൊണ്ട് ഇത് വെട്ടാനും ഒരു സങ്കടമാണ്. പക്ഷെ വെട്ടാതെ ഇനി മാർഗമില്ല കേട്ടോ. ഇതൊന്നും അറിയാവാഞ്ഞിട്ടല്ല ചെയ്യുന്നത്, ഒരു ട്രയൽ. എല്ലാത്തിനും ഒരു ഫസ്റ്റ് ഉണ്ടല്ലോ. പല പ്രാവശ്യം ഞാനിത് ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പൂത്തുലഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വെട്ടുന്നത്. സോ ഇതാണ് എൻ്റെ ആയുധം, നമ്മുടെ പുല്ല് വെട്ടുന്ന കത്രിക തന്നെ. അപ്പോൾ തുടങ്ങാം. ഒരു സൈഡിൽ നിന്ന് അങ്ങ് വെട്ടിക്കളയാം. ഇത്രയ്ക്ക് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഇവനെ വെട്ടാൻ ഭയങ്കര വിഷമമാണ്. ഇതിൻ്റെ അടിയിലൊക്കെ പാമ്പ് കിടന്ന് അറിയൂല. രാവിലെ ആയിട്ട് ഭയങ്കര ചൂടാണ് ഇവിടെ. ഇതാണ് നമ്മൾ ഇപ്പം ട്രിം ചെയ്ത ഏരിയ. അത്യാവശ്യം വലിയ തെറ്റില്ലാതെ ട്രിം ചെയ്തിട്ടുണ്ടല്ലേ. നോക്കാം ബാക്കിയൂടെ. ഇനിയേ ഈ ഏരിയ നോക്കാം. ഒക്കെ വലിയ കട്ടി പീസസായി. ഓരോ പ്രാവശ്യവും ഈ പൂക്കൾ കാണുമ്പോൾ വെട്ടാൻ തോന്നില്ല. അങ്ങനെ നിർത്തിയാണ് ഇത് ഇത്രയും വലുതായിപ്പോയത്. അടുത്തതിനി ഈ ഏരിയ ആണ്. ആദ്യമേ ഞാനിത് സൈഡുകളെല്ലാമാണ് ട്രിം ചെയ്തത്. ഇനിയാണ് മോൾ പോർഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സൈഡ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ്സ് എല്ലാം തീരും. സോ നമ്മളങ്ങനെ നമ്മുടെ ഫൈനൽ ടച്ചിലേക്ക് എത്തി. സോ ഏത് ജോലിയും ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ. അതിനുള്ള മനസ്സ് വേണം. ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലെങ്കിലും ഓക്കെ ആണല്ലേ. ഇനി ഒരു ഫൈനൽ ഫിനിഷിങ്. സോ നമ്മുടെ ചെടിയെ നമ്മളിങ്ങനെ മൊട്ടയാക്കി എടുത്തു. ഇതെല്ലാമേ നമ്മുടെ ഒരു ഫൈനൽ ടച്ചിൻ്റെ ഭാഗമാണ്. നമ്മളതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. കുളിപ്പിച്ച് കൊച്ചില്ലണ്ടായി എന്ന് പറയുന്ന പോലെ ആവുമോ? ഏതാണ്ടേ അരമണിക്കൂർ കൊണ്ട് നമ്മളിവനെ മൊട്ടയാക്കിയെടുത്തു.
സോ ഇതാണേ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വലിയ തെറ്റില്ല അല്ലേ? സോ നമ്മളിതിനെ മുട്ടയാക്കി. എന്തുമാത്രമായിരുന്നു എന്നറിയാമോ ഇവിടെ വെട്ടി വീഴ്ത്തിയത്. സോ ഇത് ഫസ്റ്റ് ട്രയലല്ലേ, ഓരോ പ്രാവശ്യം ചെയ്യുന്തോറും ഇമ്പ്രൂവ് ആയി വന്നോളൂ. രാവിലെ തന്നെ നല്ല പണിയായിരുന്നു, വേർത്ത് കുളിച്ചു. ഇനിയിപ്പം ഇതിനിച്ചിരി ഓയിലും കൂടി ഇടാം. ഇതിൻ്റെ ഈ ജോയിൻറ്റിലേക്ക് നമ്മുടെ ഓയിലിട്ട് ഈ ആണിയുടെ ഇവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും. ഏതൊരു സാധനമേ നമുക്കിനി യൂസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓയിലിട്ട് ഒന്ന് അനക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കുത്തിവയ്ക്കാം. അപ്പോൾ പിന്നെ ഇത് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും അവിടെ തുരുമ്പൊന്നും എടുക്കില്ല. ഇനിയേ ലാസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതെല്ലാം തൂത്തുവാരി കളയുക. കുറേ ഏറെ ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും വലുതാകാൻ കാരണേ ഓരോ പ്രാവശ്യം ആലോചിക്കും ഈ പൂക്കൾ തീരുമ്പം വെട്ടാം, പൂക്കൾ തീരുമ്പം വെട്ടാന്ന്. അങ്ങനെ പൂക്കൾ തീരുമ്പം വെട്ടാതെ ഇരുന്നിരുന്നിരുന്ന് ഇത്രയും വലുതായിപ്പോയത്. സോ ഇത്രയും ഒരു ബക്കറ്റ് നിറച്ച് ചെടി വെട്ടിയെടുത്തു. ഫുള്ളേ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. നിൻ്റെ വേർപ്പ് കൊണ്ടേ അപ്പം ഭക്ഷിക്കാമെന്ന് ആ പുള്ളി പറഞ്ഞിട്ടില്ലേ നമ്മുടെ തമ്പുരാൻ കർത്താവ്. അതുകൊണ്ട് ഇനി 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അപ്പം ഭക്ഷിക്കാം അല്ലേ. കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ ഇതും ശരിയാകും. പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ശരിക്കുവേ ഈ ഏരിയ മുഴുവനും എത്ര ക്ലീനായി. ഇനി കാത്തിരിപ്പാണ് ഈ ചെടി ഇങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അടുത്തൊരു 2-3 മാസം എടുക്കും.